അമ്മയുടെ പേരെങ്ങനെയാ? ഇവിടെ വീട്ടുപേരെങ്ങനെയാ? ഈ ജയനമ്മ എത്ര കാലമായി ഇവിടുന്ന് പോയിട്ട്? ജയനമ്മ ഇവിടുന്ന് പോയിട്ട് ഈ ജയനമ്മ എങ്ങോട്ടാന്ന് പറഞ്ഞോണ്ടാ ഇവിടുന്ന് പോയത്? നാളെ വരാമെന്നും വരാമെന്നും പറഞ്ഞാ പോയത്. ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. എനിക്ക് നേരെ നടക്കാനൊന്നും. ഈ ജയനമ്മയുടെ കെട്ടിയവനൂടെ ഉണ്ടോ? ഈ ചെറുക്കനെ കെട്ടിയത്. ഈ ചെറുക്കനെ കെട്ടിയതല്ലേ? ഈ ചെറുക്കന്റെ പേരെന്നാ? അപ്പച്ചനാ. അപ്പൊ വേറെ പേരുണ്ടോ അപ്പച്ചന്? വേറെ പേരുണ്ടോ? വേറെ പേരൊന്നുമില്ല. പേരൊന്നുമില്ല. ഈ അപ്പച്ചന് എന്നാ ജോലി? വണ്ടിയെ പോക്കാം. വണ്ടിയെ പോക്ക്. എന്നാ വണ്ടിയല്ല? ഓട്ടോയാ. ഓട്ടോയാണോ? പെട്ടി വണ്ടിയല്ല. ഇവിടെ കിടന്നാണോ ഓടുന്നേ? ഇവിടെ കിടന്നാണോ ഓടുന്നേ? ഇവിടെ കിടന്നല്ല, മറ്റേ വീട്ടിലോട്ട് വണ്ടി കൊണ്ടുപോകും. അതെയോ? ആഹാരം കഴിച്ചു. ഈ ജനം എങ്ങോട്ടായിരുന്നു പോയേ? അറിയത്തില്ല. അമ്മയോട് എന്നാ പറഞ്ഞിട്ടാ പോയെ? എങ്ങോട്ടാന്ന് പറഞ്ഞിട്ട്? എന്നോടൊന്നും പറയല. മിണ്ടാറുണ്ടായിരുന്നു അമ്മയോട്? അങ്ങനെ മിണ്ടിയല്ല. അമ്മയുടെ മോനാണ് ജയനമ്മനെ കെട്ടിക്കൊണ്ട് വന്നത്? അതന്നെ. എവിടുന്ന് കെട്ടിക്കൊണ്ട് വന്നേ? പുഴവൂരിൽ നിന്നാണ് കെട്ടിക്കൊണ്ട് വന്നേ. അമ്മേനെ സഹായിക്കാനുണ്ടായിരുന്നോ ഈ ജയനമ്മ? വരികയല്ല. ഇങ്ങോട്ട് വരാറില്ലായിരുന്നോ? എനിക്ക് എൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു പോയി. ഞാൻ ആർക്കൊന്നും കൊടുക്കാനല്ല, അവളെ കൊന്നുവോ എന്ന് എനിക്കറിയില്ല. ഇപ്പം റീബറെ 2 വണ്ടി ഭാര്യ എടുത്തായിരുന്നോ? ഈ 2 വണ്ടി എടുത്തായിരുന്നോ? എൻ്റെ പറമ്പ് ആ കടന്ന് മുഴുവൻ എൻ്റെ സഹോദരൻ നയിക്കുന്നത്. അവളെ കൊണ്ടാനെ പിടിച്ച് ആദ്യം അത്തടാൻ പറ. അവനോട് ഓട്ടോക്കാരനുണ്ട്. ഇവളെ കൊണ്ട് കത്തിച്ച് കളഞ്ഞു. എൻ്റെ വീടും പറമ്പായി കിടക്കുന്ന മുഴുവൻ 7 മാസമായി ഇവിടുന്ന് പോയിട്ട്. ഡൽഹി നേഴ്സായിരുന്നു. അവളിവിടെ വന്നിട്ട് അതിന് വേറെ പറയുന്നുണ്ട് എനിക്ക്. അവിടെ രാവിലെ വരെ കഞ്ഞിയും കറിയും വെച്ചിട്ട് ഏത് പള്ളിയിലും പോകും. ഏത് പള്ളിയും വെളുപ്പ് ഒറ്റ വിടിയില്ല. അന്ന് ഇവിടെ പോകുമ്പോഴത്തേനും ഞാൻ ഇടയ്ക്ക് വന്നു ചോദിച്ചു. ഞാൻ ഈ കിടന്ന് പറഞ്ഞു, ഞാൻ ധ്യാനം കഴിഞ്ഞ് ഞാൻ എൻ്റെ പാരമ്പര്യത്തിലേക്ക് പോവാ, ക്രിസ്തുസ് വരാൻ പറഞ്ഞ് പിന്നെ ആളെ ഞാൻ കണ്ടിട്ടില്ല. ജയനമ്മൻ എന്നാ കാണാൻ പോകുന്ന 7 മാസമായി. കണ്ടിട്ട് ഇവിടുന്ന് എന്ത് പറഞ്ഞിട്ടാ പോയത്? എന്നോട് പറഞ്ഞ് വെളുപ്പിന് പറഞ്ഞ് ധ്യാനം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് പോവും. എവിടെ വീട്? എവിടെയാ? പുഴവൂര്. ഇപ്പോൾ ഒരു പൂവുണ്ടോ അതും പറിച്ചോണ്ട് അങ്ങ് പോവും. പള്ളിയിലേക്കാന്ന് പറഞ്ഞു പോകും. പള്ളിയിലേക്കാന്ന് പറഞ്ഞ് പോയി. പിന്നെ കാണുന്ന എപ്പോഴാ? പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടുമോ? കിട്ടിയല്ല. അതാണ് സംഭവം. ഇപ്പോൾ അവർ വന്ന് 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴാണ് പിന്നെ തിരിച്ചു വന്നെ? അതിപ്പം ഇന്നിപ്പോൾ പോവല്ലേ, ചിലപ്പോൾ 2-3 ദിവസമേ വരുള്ളൂ. 3 ദിവസം കഴിഞ്ഞാൽ ഫോൺ വിളിച്ചാൽ എടുക്കില്ല. കാണാൻ പിടിക്കായിരുന്നോ? പിടിക്കുന്നതാണ്. പത്തത കുന്തം കിടപ്പുണ്ട്. സ്വർണ്ണം എത്ര പോകാനാ പോയി കിടക്കുന്നത്? കേൾക്കുന്നതിന് മുമ്പ് ഇവിടെ പോവാ. ഒറ്റ വിടിയില്ല ഇവിടുന്ന്. അത് കഴിഞ്ഞാൽ അതിരപ്പള്ളി പെരുന്നാളിന് 11 മണി പകൽ നടന്ന് വീട്ടിൽ വരും ഒറ്റയ്ക്ക്. ഇത്ര സ്വർണ്ണം ഇട്ടുണ്ട്, അറിയോ? അപ്പൊ ചേട്ടൻ കല്യാണം കഴിച്ചിട്ട് ചേട്ടന് ഭക്ഷണ കാര്യങ്ങളൊന്നും ഉണ്ടാക്കി തരാൻ പ്രായമുള്ള അമ്മേനെ നോക്കാനൊന്നും ഇവർ തയ്യാറായില്ലായിരുന്നു. ഇല്ല, ഉണ്ടാക്കി കുറെ കഞ്ഞി വെച്ചിട്ട് പോകും. അപ്പുറത്തെ പേര അതും എടുത്തേ പോകും. നിങ്ങൾ വേറെ പേരയുണ്ട് അപ്പുറത്ത്. അതെനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ജോഡിമ്പടി സാധനം ഇറക്കി വെക്കും. അവർക്ക് ഒറ്റ വിടിയും രാവിലെ. അപ്പുറം കിടന്ന് വേറെ അതും എടുത്ത് ഒച്ചവരെടുത്തോണ്ട് പോകും. നിങ്ങൾ പോവുകയാണെങ്കിൽ. ജയനമ്മ കാണാതെ പോയി എന്ന് പറയുന്നുണ്ടല്ലോ. ജയനമ്മ കാണാതെ പോയി, ചേട്ടനെ ഇത് മരണപ്പെട്ടു എന്നങ്ങനെ ഒരു തോന്നൽ പോലെ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. നോക്കിയിരിക്കാറുണ്ടായിരുന്നു ചേട്ടന്? ഇന്നല്ലെങ്കിൽ നാളെ വിഷമിക്കില്ലേ? ഇന്ന് വരും നാളെ വരും എന്നുള്ള സാറിന് ഇന്ന് വരുന്നതാണ് ഞാൻ. പൈസ എനിക്ക് വിഷയമല്ല. ഇന്ന് വരും നാളെ വരുന്നിട്ട് നാളെ കിടക്കുന്നു. അതിനപ്പുറം വേറെ പേരുണ്ട്. ആ പേരെ കൂടെ നോക്കിയെടുത്തു. ജയനമ്മയുടെ ഫോണില്ലായിരുന്നോ? ഫോൺ ഉണ്ടായിരുന്നു. ഈ ജയനമ്മയുടെ ഫോണിൽ വിളിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു? ഇല്ല. അത് ആ ഫോൺ കട്ട് ചെയ്ത്. എന്നാ കട്ട് ചെയ്തേ? അന്ന് ഇപ്പോൾ പോയപ്പോൾ വൈകിട്ട് വിളിക്കും. ആ ഫോൺ കട്ട് ചെയ്ത് ഇപ്പോൾ പുള്ളിക്കാരത്തെ വിളിക്കാം. അത് കഴിഞ്ഞ് പിന്നെ ആ ഫോൺ പിന്നെ പോയിട്ട് തിരിച്ച് ഞാൻ കാശ് അയച്ചു കൊടുത്തു. പിന്നെ ഫോൺ ഇപ്പം നിലവിൽ ഉണ്ടോ എനിക്കറിയില്ല. അതല്ല ഞാൻ ചോദിക്കുന്നത്. ജയനമ്മ ഇവിടെ നമ്മുടെ 7 മാസം മുമ്പ് ചേട്ടന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പള്ളി പോവാന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ്. ആ സമയത്ത് ഫോൺ ഉണ്ടായിരുന്ന കയ്യിൽ? ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ വിളിക്കാറുണ്ടായിരുന്നു? ഫോൺ ഇടയ്ക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല.
ഫോൺ കട്ട്. എത്ര ദിവസം വരെ ചേട്ടൻ വിളിക്കാറുണ്ടായിരുന്നു? ഞാൻ അവളിഞ്ഞോട് വിളിക്കും, ആ കിട്ടും. ഞാൻ അങ്ങനെ വിളിക്കാറില്ല. ഞാനിപ്പോൾ 7 ദിവസം 5 ഞാൻ അങ്ങനെ വിളിക്കുകയില്ല. അവസാനമായിട്ട് എപ്പോഴാണ് വിളിച്ചേ? വിളിച്ചിട്ടില്ല. ഞാൻ വിളിക്കേണ്ട കാര്യം അവള് വേണമെങ്കിൽ വിളിച്ചാൽ എന്നുള്ളത്. അവസാനമായിട്ട് ചേട്ടനെ എപ്പോഴാണ് വിളിച്ചേ? ഞാൻ വിളിക്കുന്നില്ല. ഇതൊന്നും എനിക്ക് ഞാൻ ചോദിക്കുന്നതല്ല, ശ്രദ്ധിച്ച് കേൾക്കണം. അവസാനമായിട്ട് ജൈനമ്മ ചേട്ടനെ എപ്പോഴാണ് വിളിച്ചേ? ഇവിടുന്ന് പോയ പിന്നെ വിളിച്ചിട്ടില്ല. ഇവിടുന്ന് പോയ പിന്നെ മിണ്ടിയിട്ടില്ല. ഇല്ല. ഈ ആലപ്പുഴക്കാരൻ്റെ പേരറിയാവോ? എനിക്കറിയില്ല. അവൻ്റെ ഒരു കൂട്ടുകാരൻ ഇപ്പം നമ്മുടെ മെഡാസി ജോലിയുണ്ട്. ഇവൻ പല പെണ്ണുങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. ആരെ? ഇവൻ ഈ ബ്രദർ എന്ന് പറഞ്ഞ ആള്. അതേപ്പറ്റി വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇന്ന് അതേപ്പറ്റി എനിക്കറിയില്ല. ഞാൻ ഇവള് പോയാൽ ഞാൻ എൻ്റെ ഭാര്യ പോയാൽ ഞാൻ ഇന്നലെ നാളെ വരുമല്ലോ, ഇഷ്ടംപോലെ പറമ്പില്ലേ, വന്നോളെന്ന് പറഞ്ഞൊരു സാരഥി വരും എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇല്ല.